Dear children, welcome back to my channel. ഇന്ന് നമുക്ക് എക്സസൈസ് 8-2 ചെയ്യാം. എക്സസൈസ് 8-2ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8-2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ഗോട്ട് എ 10% ഇൻക്രീസ് ഇൻ ഹിസ് സാലറി. ഒരാൾക്ക് അയാളുടെ സാലറി സാധാരണ കിട്ടിയിരുന്ന സാലറിനേക്കാളും 10% ഇൻക്രീസ് കിട്ടി. ഇഫ് ഹിസ് ന്യൂ സാലറി ഈസ് 1,54,000. അപ്പോൾ ആ 10% ഇൻക്രീസ് കിട്ടിയപ്പോൾ ന്യൂ സാലറി അപ്പോൾ കിട്ടിയ സാലറിയാണ്. ഇൻക്രീസ് കിട്ടിയപ്പോഴാണ് എത്രയായത്? 1,54,000 ആയത്. ഫൈൻഡ് ഹിസ് ഒറിജിനൽ സാലറി. അപ്പോൾ ഈ ഇൻക്രീസ് കിട്ടുന്നതിന് മുമ്പുള്ള സാലറി എത്രയായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് അയാൾക്കുള്ള ന്യൂ സാലറിയാണ് 1,54,000. അത് എത്ര പെർസെൻറ്റേജ്? ഒറിജിനൽ സാലറി എന്ന് പറഞ്ഞാൽ പഴയ സാലറി. ഒറിജിനൽ സാലറിയുടെ 10% ഇൻക്രീസ് ഉണ്ടായപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അതായത് ഒറിജിനൽ സാലറി ഇൻറ്റു 10% ഈക്വൽ ടു ആണ് ഇത്. ഒറിജിനൽ സാലറിയുടെ 10% ഇൻക്രീസ് ചെയ്തപ്പോൾ കിട്ടിയ സാലറിയാണ് ഇത്. അപ്പോൾ നമ്മളോട് പുതിയ സാലറി അല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഒറിജിനൽ സാലറി തന്നിട്ട് പെർസെൻറ്റേജ് തന്നിട്ട് പുതിയ സാലറി കാണാനാണ് പറയും. ഇവിടെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളോട്. ന്യൂ സാലറി തന്നു, 10% ഇൻക്രീസ് കിട്ടിയപ്പോൾ ഉള്ള സാലറി തന്നു എന്നിട്ട് നിങ്ങളോട് ഒറിജിനൽ സാലറി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. എന്താ എഴുതേണ്ടത്? ന്യൂ സാലറി എത്രയായിരുന്നു? ന്യൂ സാലറി എത്രയാ? റുപ്പീസ് 1,54,000. 1,54,000 ആണ് ന്യൂ സാലറി. അപ്പോൾ ഇൻക്രീസ് പെർസെൻറ്റേജ് എത്രയാ? ഇൻക്രീസ് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു? 10% ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ സാലറി കണ്ടുപിടിക്കാം. നമുക്ക് ന്യൂ സാലറി കണ്ടുപിടിക്കാൻ അറിയാം. പഴയ സാലറിയും ഇൻക്രീസും തന്നാൽ ന്യൂ സാലറി കണ്ടുപിടിക്കാൻ അറിയാം. അതെങ്ങനെയാണ് കാണുക? ന്യൂ സാലറി ഈക്വൽ ടു ഒറിജിനൽ സാലറി ഇൻറ്റു 10% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ്? 100ൻ്റെ കൂടെ 10 കൂടി ആഡ് ചെയ്യും. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ന്യൂ സാലറി കിട്ടും. ഇപ്പോൾ ഒറിജിനൽ സാലറി തന്നു എന്ന് വിചാരിച്ചോ. ഒറിജിനൽ സാലറി തന്നിട്ട് 10% അതിൽ നിന്ന് ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ ന്യൂ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. ന്യൂ സാലറി കാണാൻ വേണ്ടിയിട്ട് ആ തന്നിരിക്കുന്ന ഒറിജിനൽ സാലറി ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയതുകൊണ്ടാണ് 110 കൊടുത്തത്. ഡിക്രീസ് ആണെങ്കിൽ 100ന്ന് ഇപ്പം 10% ഡിക്രീസ് എന്ന് പറയുകയാണെങ്കിൽ 100ന്ന് 10 മൈനസ് ചെയ്ത് ഇവിടെ 90/100 എന്ന് എഴുതാം. ഇത് 10% ഇൻക്രീസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് 110 ഡിവൈഡഡ് ബൈ 100. 100ൻ്റെ കൂടെ 10ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് 110 ഡിവൈഡഡ് ബൈ എന്തിനാണ്? 100നാണ് നമ്മൾ പെർസെൻറ്റേജ് കാണാം. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 100. ഇവിടെ നമുക്ക് ഇത് ന്യൂ സാലറിയാണ് കാണേണ്ടത് വെച്ചാൽ ഒറിജിനൽ സാലറിയും പെർസെൻറ്റേജും ഇൻക്രീസ് പെർസെൻറ്റേജും തന്നാൽ ഇങ്ങനെ കാണാമായിരുന്നു. പക്ഷേ ഇവിടെ ന്യൂ സാലറി നമുക്ക് തന്നുള്ളത് ഒറിജിനൽ സാലറിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ ഒരു സ്ഥലത്ത് നിർത്താം, മറ്റതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ സാലറി അല്ലേ, അത് ഇവിടെ ഒരു സ്ഥലത്ത് ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ നിർത്താം. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ന്യൂ സാലറിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഈക്വൽ ടു എഴുതാൻ എളുപ്പത്തിന് ഒറിജിനൽ സാലറി എന്ന് നിർത്തുന്നത് ആണ് ആദ്യം ഇവിടെ LHSൽ എഴുതാൻ പോണത്. ഒറിജിനൽ സാലറി ഇതിവിടെ നിർത്തുകയാണ്. ഒറിജിനൽ സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇതിവിടെ നിർത്തുകയാണ്. ഇപ്പുറത്ത് എന്താ ഉള്ളത്? ന്യൂ സാലറി ഉണ്ട്. ന്യൂ സാലറി ഇൻറ്റു ഇതിനെ, അതായത് ഒറിജിനൽ സാലറീനെ നമ്മളൊരു സൈഡിൽ നിർത്തി മറ്റേ സൈഡിൽ എന്താ ഉള്ളത്? ന്യൂ സാലറി ഉള്ളത്. ഇതിൻ്റെ കൂടെയുള്ള 110 ഡിവൈഡഡ് ബൈ 100
ഈ ന്യൂ സാലറിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അതായത് ഞാൻ തിരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ സാലറി ഇപ്പുറത്ത് എഴുതി, ന്യൂ സാലറി ഇപ്പുറത്ത് എഴുതി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്ന് മാത്രം. പക്ഷേ ഒറിജിനൽ സാലറിയുടെ കൂടിയാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുള്ളത്, 110 ഡിവൈഡഡ് ബൈ 100 ഉള്ളത്. ആ 110 ഡിവൈഡഡ് ബൈ 100നെ ന്യൂ സാലറി അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് RHS നിന്ന് LHSലേക്കോ LHS നിന്ന് RHSലേക്കോ കൊണ്ടുപോകുമ്പോൾ എന്താ മാറ്റം വരിക, അതായത് ന്യൂമറേറ്ററിലുള്ള ഡിനോമിനേറ്ററിലും ആവും, ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലാവും. അപ്പോൾ 110 ബൈ 100 എന്നുള്ളത് എന്തായി മാറും, 100 ബൈ 110 ആയി മാറും. അതായത് നമുക്കിത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊന്നിച്ച് ഒരു ഫ്രാക്ഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിങ്ങനെയായി മാറി. അപ്പോൾ ഒറിജിനൽ സാലറി കിട്ടാനുള്ള ഒരു ഫോമുല ആക്കി മാറ്റിയെന്ന് മാത്രം. ഈക്വൽ ടു നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്, ന്യൂ സാലറി എത്രയാണ് തന്നുള്ളത്, 1,54,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110. ഇനി നമുക്ക് ഏതാ കട്ട് ചെയ്യാനുള്ളതും ഇതും കട്ട് ചെയ്തു. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബാക്കിയുള്ളതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആദ്യം ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അതുകൊണ്ട് ചെയ്യേണ്ട, ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് നമ്പർ, 400 15,000 ഇൻറ്റു ഇൻറ്റു അല്ല ഡിവൈഡഡ് ബൈ 11. 15,400നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, 11 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 1 ടൈം 11, റിമൈൻഡർ 4, അടുത്ത 44ൽ 4 ടൈം 4 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 44 വരും. പിന്നെ 2 0 ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടെ 2 0 ഉള്ളതാണ്. അപ്പോൾ 2 0 ഇട്ട് കൊടുക്കണം. അതായത് ഒരു 0 ഇവിടെ ഇറക്കിയതും അപ്പോൾ അതിൽ പോയില്ല ഇവിടെ ഇടും, അടുത്ത 0 ഇറക്കിയതും അതിൽ പോയില്ല അപ്പോൾ ഇടും. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരിക, നമുക്ക് ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,400 എന്ന് വരിക. ഇനി ഇൻറ്റു ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1,40,000 1,40,000 എന്ന് വരും. ഇവിടെ 2 0 ഉണ്ട്, ഈ 100ൻ്റെ 2 0 കൂടി. അപ്പോൾ അത്രയും രൂപയാണ് എന്ത് അയാളുടെ ഒറിജിനൽ സാലറി. അതല്ല ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ന്യൂ സാലറി ഇൻറ്റു ഒറിജിനൽ സാലറി ഇൻറ്റു 110 ബൈ 100 ആണ് ന്യൂ സാലറി എന്ന് പറയുന്നത്. നമുക്ക് ന്യൂ സാലറി അറിയാം, കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ സാലറി ആയിരുന്നു. അപ്പോൾ ഒറിജിനൽ സാലറി ഈസ് ഈക്വൽ ടു ന്യൂ സാലറി ഇൻറ്റു 110 ബൈ 100 തിരിച്ചെഴുതണം, 100 ബൈ 110 എഴുതണം. അപ്പോൾ രണ്ട് വാല്യൂ ന്യൂ സാലറി ഇതായിരുന്നു, ഇത് എന്നിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 1,40,000. അതാണ് അയാളുടെ എന്ത് ഒറിജിനൽ സാലറി. അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. ഒറിജിനൽ സാലറി ഈസ് ഈക്വൽ ടു 1,40,000. അതായത് 10% ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതായിരുന്നു സാലറി. പിന്നെ 10% ഇൻക്രീസ് ചെയ്തപ്പോഴാണ് 1,54,000 ആയി മാറിയത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ സൺഡേ 845 people went to the zoo. സൂവിൽ ഇത്രയും പീപ്പിളാണ് സൺഡേ പോയത്. ഓൺ മൺഡേ ഓൺലി 169 people went. മൺഡേ ഇത്ര ആൾക്കാരെ വന്നുള്ളൂ. വാട്ട് ഈസ് ദ പെർസെൻറ്റ് ഡിക്രീസ് ഇൻ ദ പീപ്പിൾ വിസിറ്റിംഗ് ദ സൂ ഓൺ മൺഡേ. മൺഡേ ഡിക്രീസ് ചെയ്യല്ലേ ചെയ്ത ആളുകൾ, എത്ര പെർസെൻ്റ് ആണ് ഡിക്രീസ്, എത്ര ആൾക്കാരെ ഡിക്രീസ് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഈ 845 ഇത് മൈനസ് ചെയ്താൽ സൺഡേയിലും മൺഡേയിലും വന്ന ഡിക്രീസ് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിക്രീസ് പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൂവിൽ സൺഡേ വന്ന ആൾക്കാർ ഇത്രയും, മൺഡേ വന്ന ആൾക്കാർ ഇത്രയും. അപ്പം നമുക്ക് ഡിക്രീസ് എത്രയെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ഡിക്രീസ് പെർസെൻറ്റേജ് കാണാം. എങ്ങനെ ഡിക്രീസ് പെർസെൻറ്റേജ് കാണാം, ഡിക്രീസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഡിക്രീസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ്. നമ്മളത് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് അല്ല, ഡിക്രീസ് പെർസെൻറ്റ് ആദ്യം തുടക്കത്തിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെൻറ്റ് പഠിച്ചില്ലേ. ഡിക്രീസ് പെർസെൻറ്റേജ് കാണാൻ ഡിക്രീസ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അതുപോലെ ഇൻക്രീസ് പെർസെൻറ്റേജ് കാണാൻ ഇൻക്രീസ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഒറിജിനൽ പ്രൈസിനാണ് ഇൻക്രീസും ഡിക്രീസും പെർസെൻറ്റേജ് കാണാം. അപ്പോൾ നമുക്കിത് ചെയ്യാം. നമ്പർ ഓഫ് പീപ്പിൾ ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കാം. Number of people went to zoo on either Sunday.
സൺഡേയിൽ എത്ര ആൾക്കാർ പോയി? 845 പീപ്പിൾ. ഇനി നമ്പർ ഓഫ് പീപ്പിൾ went to zoo on Monday. മൺഡേയിൽ എത്ര ആൾക്കാർ വന്നു? 169 ആൾക്കാർ മൺഡേയിൽ വന്നു. സൺഡേയിൽ 845 ആളുകൾ വന്നു. അപ്പോൾ എത്ര ഡിക്രീസ് എന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഡിക്രീസ് ഈക്വൽ ടു എത്ര ആൾക്കാർ കുറഞ്ഞു? ഡിക്രീസ് ഈക്വൽ ടു 845 എന്ന് 169 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 845 മൈനസ് 169. അപ്പോൾ എത്ര ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 5, 15 9 പോയ 6, ഇവിടെ 13 ആണ്. 13 എന്ന് 6 പോയ 7, പിന്നെ 7 എന്ന് പറഞ്ഞാൽ 676. അപ്പോൾ എത്ര ആളുകൾ എത്ര ഡിക്രീസ് ഉണ്ട് സൺഡേ മൺഡേ തമ്മിൽ? 676. സൺഡേയിൽ പോയ ആൾക്കാരിൽ നിന്ന് മൺഡേയിൽ പോയ ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് 676 ആൾക്കാർ കുറവുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇത്രയും പേര് ഡിക്രീസാണ്. ഇനി ഡിക്രീസ് പെർസെൻറ്റേജ് ആണ് അടുത്തത് കണ്ട്. ഡിക്രീസ് പെർസെൻറ്റേജ് ഈക്വൽ ടു നമ്മളെങ്ങനെ ഫോർമുല? ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ നമ്പർ ഇൻറ്റു 100. അത്രയും പെർസെൻറ്റേജ്. ഡിക്രീസ് പെർസെൻറ്റേജ് അല്ലേ കണ്ടത്? അപ്പോൾ ഡിക്രീസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഡിക്രീസ് ബൈ ഒറിജിനൽ നമ്പർ ഇൻറ്റു 100 ആണ് കാണുക. എത്രയായിരുന്നു നമ്മുടെ ഡിക്രീസ്? 676 ആണ് നമ്മുടെ ഡിക്രീസ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? സൺഡേയിലത്തെ ഇതുമായിട്ടാണ് മൺഡേയിലത്തത് കമ്പയർ ചെയ്യുന്നത്. സൺഡേയിൽ എത്ര ആൾക്കാർ വന്നു, അതിൽ നിന്ന് എത്ര ആൾക്കാർ കുറഞ്ഞു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൺഡേയിലത്തെ ആ പീപ്പിൾസിൻ്റെ എണ്ണമാണ് അതിൻ്റെ ഒറിജിനൽ. അപ്പോൾ സൺഡേ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അപ്പോൾ സൺഡേയിലത്തെ ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. 845 ഇൻറ്റു 100. അത്രയും പെർസെൻറ്റേജ്. അതാണ് ഡിക്രീസ് പെർസെൻറ്റേജ്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ 5 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 676നെ 845 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 676ൽ 845 പോവില്ല. അപ്പോൾ നമ്മൾ 0 ഇട്ടു. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 6768. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടാണ് പിന്നെയുള്ള ആൻസർ എഴുതുക. അപ്പം ഇതിൽ എത്ര പ്രാവശ്യം പോവും? ഇതിൽ 8 ടൈംസ് പോകണമെന്ന് തോന്നുന്നു. 8 ഇൻറ്റു 5 40, 32 4ഉം 36, 64ഉം 3ഉം 67. കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിനതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.8 എന്നാണ് കിട്ടുക. ഇൻറ്റു 100 ഉണ്ട് കേട്ടോ. 100% ഈക്വൽ ടു 0.8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലേസ് അങ്ങോട്ട് നീക്കണം. അപ്പം ഇവിടുന്ന് ഒരു പ്ലേസ് ഇവിടെ നിൽക്കാനുള്ളൂ. 2 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 പ്ലേസ് നീക്കണം. അപ്പോൾ ഒരു പ്ലേസ് നീക്കാനുള്ളൂ. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 8 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് നീക്കി ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും പെർസെൻറ്റേജ്. അപ്പോൾ ഡിക്രീസ് പെർസെൻറ്റേജ് എത്രയാണ്? അപ്പം സൺഡേ മൺഡേയും തമ്മിലുള്ള ആളുകൾ വന്നതിൻ്റെ ഡിക്രീസ് കണ്ടു, ഡിക്രീസ് പെർസെൻറ്റേജ് കണ്ടു. ഡിക്രീസ് പെർസെൻറ്റേജ് കാണാൻ ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ നമ്പർ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 80% ഡിക്രീസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ ബൈസ് 80 ആർട്ടിക്കിൾസ് ഫോർ 2400. 2400 റുപ്പീസിന് 80 ആർട്ടിക്കിൾസ് വാങ്ങി ഒരു ഷോപ്പ് കീപ്പർ. ആൻഡ് സെൽ ദം ഫോർ എ പ്രോഫിറ്റ് ഓഫ് 16%. 16% പ്രോഫിറ്റിലാണ് അയാൾ ഇത് വിറ്റത്. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ്. 80 ആർട്ടിക്കിൾ വാങ്ങിച്ചു കേട്ടോ അയാൾ. അപ്പോൾ ഷോപ്പ് കീപ്പർ ബൈ 80 ആർട്ടിക്കിൾസ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 2400. അപ്പോൾ 80 ആർട്ടിക്കിൾസ് ഓക്കെ. അതായത് 80 ആർട്ടിക്കിൾസും കൂടി നമ്മളുടെ CP ഇവിടെ എത്ര വരിക? 2400. അയാൾ വാങ്ങിച്ച വില ആണ് CP. അപ്പോൾ നമ്മുടെ CP വരുന്നത് 2400 ആണ്. ഈ ക്വസ്റ്റ്യനിൽ CP അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ₹2400 ആണ്.
അയാൾ എത്ര പെർസെൻറ്റേജിനാണ് വിറ്റത്, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് വിറ്റത്, 16%. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അയാളുടെ എത്രയാണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 16%. 16%ലാണ് വിറ്റത്. അപ്പോൾ സി പിയും കിട്ടി, പ്രോഫിറ്റും കിട്ടി, പ്രോഫിറ്റ് പെർസെൻറ്റേജും കിട്ടി. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എസ് പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ് പി പ്രോഫിറ്റും സി പിയും തന്നാൽ എസ് പി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം, നമ്മൾക്കറിയാം സി പി, അതായത് ഇതിൻ്റെ 16% ലാഭത്തിലാണ് അയാൾ വിറ്റത്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളിത് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ മുമ്പേ ഇതുപോലെ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നേരിട്ട് നമുക്ക് ഒന്നെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നതുകൊണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് കോസ്റ്റ് പ്രൈസിൽ ആഡ് ചെയ്തിട്ട് എസ് പി കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജും സി പിയും തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ എസ് പി കണ്ടുപിടിക്കാം. അപ്പോൾ നേരിട്ട് എസ് പി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ നോക്കാം. എസ് പി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം എത്ര പെർസെൻറ്റേജാണ്, 16%. ഏതാ സി പി, 2400 ആണ് ഇവിടുത്തെ സി പി, ഇൻറ്റു 16% പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ 100ൻ്റെ കൂടെ 16 ആഡ് ചെയ്യണം. അപ്പോൾ 116 ഡിവൈഡഡ് ബൈ 100. അതായത് ഈ സി പിനെ പ്രോഫിറ്റ് ആയതുകൊണ്ട് 100ൻ്റെ കൂടെ 16 ആഡ് ചെയ്ത് 116/100. ഇത് ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ 100ന്ന് 16 മൈനസ് ചെയ്യും, അപ്പോൾ 84 ആവും. 84/100 എന്ന് എഴുതേണ്ടി വന്നേനെ ഈ സി പിയുടെ കൂടെ. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, എസ് പി കാണാൻ വേണ്ടിയിട്ട് സി പി ഇൻറ്റു ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂട്ടി, അതായത് 60% എന്നല്ല എഴുതിയിട്ടുള്ളത്, 116 ആക്കി ബൈ 100. അങ്ങനെ കണ്ടാൽ നേരിട്ട് എസ് പി കാണാം. നമുക്ക് മറ്റേത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടാവും. പിന്നെ ഏതുള്ളത്, 116നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 116 ഇൻറ്റു 24. അപ്പോൾ എത്ര കിട്ടുക, 6 × 4 24, 2 4 6 4, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, റിമൈൻഡർ 1, 2 + 1 3 2. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 4 8 7 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ, 2784 റുപ്പീസ്. എത്ര കിട്ടിയിട്ടുള്ളത് നമുക്ക്, 2784 റുപ്പീസ് എസ് പി കിട്ടി. അപ്പോൾ നമ്മളൊരു സാധനം 2400 വാങ്ങിയിട്ട് 16% ലാഭം എടുത്തിട്ട് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന എസ് പി ആണ് 2784. അപ്പോൾ എസ് പി കാണാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എസ് പി കിട്ടി. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ. ഇവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആർട്ടിക്കിളിൻ്റെയാണ്, ഈ 80 സാധനങ്ങൾ 80 ആർട്ടിക്കിൾസാണ് നമ്മൾ വാങ്ങിയത്. 80 ആർട്ടിക്കിൾസിൻ്റെ പ്രൈസാണ്, സി പി ആണ് 2400. അപ്പം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഈ എസ് പി എന്താണ്, ഈ 80 ആർട്ടിക്കിൾസിൽ കൂടി വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ എസ് പി ആണ് ഇത്. അപ്പോൾ ഒരു ആർട്ടിക്കിളിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഇതിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എസ് പി ഓഫ് 1 ആർട്ടിക്കിൾ ഈക്വൽ ടു 2784നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് നമ്മൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആർട്ടിക്കിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യും, 2784 ഡിവൈഡഡ് ബൈ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 ടൈംസ് 3 × 0 24, റിമൈൻഡർ 8 3. അടുത്തത് 4 ഇറക്കി എഴുതണം. അതിൽ എത്ര പ്രാവശ്യം പോവും, 4 ടൈംസ് പോവും. 4 × 0 32, 8 × 4 32. അപ്പോൾ 4 8 നിന്ന് 2 മൈനസ് ചെയ്താൽ 64 എന്ന് കിട്ടി. ഇനി ഇറക്കി എഴുതാൻ നമുക്കൊന്നുമില്ല, അപ്പോൾ നമ്മളിവിടെ 0 കൊടുക്കും. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇടണം. ഇനി ഇതിൽ എത്ര പ്രാവശ്യം പോവും, 640 80, 640 എന്ന് പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 8 ടൈംസ് പോവും. 8 × 0 8 × 8 എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ, ഒരു ആർട്ടിക്കിൾസിൻ്റെ പ്രൈസ് എത്ര കിട്ടിയ, റുപ്പീസ് 64.8. സോറി 64 അല്ല, 34.8. 34.8
രൂപയാണ് ഒരു ആർട്ടിക്കിൾസിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയേ. സി പി തന്നു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നു. പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ 16% എന്നുള്ള 160/100 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, സി പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എസ് പി കിട്ടി. അത് 80 ആർട്ടിക്കിൾസിൻ്റെ എസ് പി ആണത്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് കാണാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ടോട്ടൽ ഇതിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ആർട്ടിക്കിളിന് എത്ര രൂപയായി? 34.8. 34 രൂപ 80 പൈസയാണ് ഒരു ആർട്ടിക്കിളിൻ്റെ വില എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ എസ് പി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരിട്ടല്ലാതെയും നമുക്ക് ചെയ്യാം. അതെങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്? അതായത് നമ്മൾ ഇങ്ങനെ, നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് ഇതുവരെ ഉള്ളത് നോക്കുക. അതായത് സി പി പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നു. ഇനി ഇവിടെ മുതൽ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നപ്പോൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടി പ്രോഫിറ്റ് പെർസെൻറ്റേജ് 16 അല്ലേ. അപ്പോൾ സി പി എത്രയാണ്? 2400 ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 16 ആയതുകൊണ്ട് 16/100. പ്രോഫിറ്റാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 16 എന്ന് പറഞ്ഞു തന്നു, സി പി ഇത്രയും തന്നു. അപ്പോൾ സി പി ഇൻറ്റു 16/100. ഇത് കട്ട് ചെയ്താൽ 16 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 6, അപ്പോൾ 12 റിമൈൻഡർ 1 3 4 8 3 3 8 4. അപ്പോൾ നമുക്ക് എസ് പി ഈക്വൽ ടു സി പി പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു സി പി എത്ര 2400 പ്ലസ് പ്രോഫിറ്റ് എത്രയാ 384. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2784. അത് തന്നെയല്ലേ നമുക്ക് എവിടെയും കിട്ടിയത് എസ് പി. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ചില ക്വസ്റ്റ്യനിൽ സി പിയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ട് പ്രോഫിറ്റ് എത്രയാണെന്നും ചോദിക്കും, എസ് പി എത്രയാണെന്നും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കണം, എസ് പിയും കണ്ടുപിടിക്കണം. ഇവിടെ നമ്മളോട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല, എസ് പി മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നാൽ നമ്മൾക്ക് ഇങ്ങനെ നേരിട്ട് പ്രോഫിറ്റ് കാണാണ്ട് എസ് പി നേരെ കാണാം. അപ്പോൾ ഈ സി പിനെ ഈ 16% ആയതുകൊണ്ട് 116/100 എന്ന് എഴുതിയിട്ട് എസ് പി നേരിട്ട് കാണാം. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം സൗകര്യം ഏതാണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇപ്പോൾ 116 24 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആകുമ്പോൾ 16 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കുറച്ചുകൂടി ചെറിയ നമ്പർ കിട്ടും. അപ്പോൾ ഏതാണ് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയും. പ്രോഫിറ്റ് കാണാൻ വേണ്ടി ഇവിടെ പെർസെൻറ്റേജേ തന്നിട്ടുള്ളൂ. പ്രോഫിറ്റ് കാണാൻ പറഞ്ഞാൽ 2400, സി പിനെ 16/100. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് കിട്ടുക? 364. അപ്പോൾ ഈ സാധനം ഈ സി പിയിൽ ഈ സാധനം വാങ്ങിയിട്ട് 16% പ്രോഫിറ്റ് എടുത്ത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 384 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എസ് പി കാണാം. എസ് പി കാണാൻ വേണ്ടിയിട്ട് എന്താ? സി പി വാങ്ങിയ വിലയുടെ കൂടെ ഈ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുക. വാങ്ങിയ വില എത്രയായിരുന്നു? 2400 ആയിരുന്നു. ഈ പ്രോഫിറ്റ് എത്രയും നമുക്കിവിടെ കിട്ടിയത് 384. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും ഇത് കിട്ടും. അപ്പോൾ പ്രോഫിറ്റും കിട്ടും, എസ് പിയും കിട്ടും. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചില്ല, നേരിട്ട് സി പിയും പ്രോഫിറ്റ് പെർസെൻറ്റേജെന്നും എസ് പി കാണുക ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഈസി രണ്ട് മെത്തേഡ് ശരിയാണ്. ഏത് മെത്തേഡാണ് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പ്രോഫിറ്റ് കാണാൻ പറഞ്ഞാൽ ഇതന്നെ ചെയ്യണം. ഓക്കെ. 4th question. The cost of an article was 15,500. Rupees 450 were spent on its repair. If it is sold for a profit of 15%, find the selling price of the article. അതായത് നമ്മളുടെ കോസ്റ്റ് പ്രൈസ് 15,500 അല്ല, അതിൻ്റെ കൂടെ ഈ റിപ്പയർ ചെയ്തതും കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഓവർ ഹെഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ? അപ്പം നമ്മൾ സി പി കണക്കാക്കുക. ഈ പൈസയൊക്കെ അല്ല സി പി കണക്കാക്കുക, അതിൻ്റെ റിപ്പയറിങ്ങും സെല്ല് ചെയ്യണതിന് മുമ്പ് എന്തൊക്കെ ചിലവ് നമ്മുടെ കയ്യിൽ നിന്ന് ആയി അതെല്ലാം കൂടി ആ സി പിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇതിലത്തെ സി പി എന്താ വരിക? ശരിക്കും സി പി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇത് ചെയ്യുക. സി പി എന്ന് പറയുമ്പോൾ ഇവിടെ 15,500 അല്ല,
അതിൻ്റെ കൂടെ നമുക്ക് ചിലവായ ഈ 450 റുപ്പീസും കൂടി ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് നമ്മളുടെ CP. അതാണ് ഓവർ ഹെഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റുപ്പീസ് 15,950. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ റുപ്പീസ് 15,950 ആണ് ഇതിൻ്റെ CP വരിക നമുക്ക്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 15%. 15% ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? SP ആണ്. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. ഇത് നേരത്തെ ചെയ്ത പോലത്തെ സെയിം പ്രോബ്ലം തന്നെയാണ്. SP കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? CP ഇൻറ്റു, അതായത് CP എത്രയാണ് വരുന്നത് നമുക്ക്? 15,950 ഇൻറ്റു പ്രോഫിറ്റ് 15% ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്ര എടുക്കുക? 115 ഡിവൈഡഡ് ബൈ 100. 15% പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് 100ൻ്റെ കൂടെ 15 ആഡ് ചെയ്യണം കേട്ടോ. ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക വേണ്ടത്, 100ൽ നിന്നും മൈനസ് ചെയ്യണം ഈ പെർസെൻറ്റേജ് വേണ്ടത്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതും കട്ടായിപ്പോയി. പിന്നെ നമുക്ക് വേണമെങ്കിൽ 10ഉം ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 ടൈം പോവും. 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ 11ൽ 2 ടൈംസ് പോവും, 15ൽ 3 ടൈംസ് പോവും. 23 എന്നാണ് വരിക. അപ്പോൾ ഇതിനെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 1595 ഇൻറ്റു 20. അപ്പോൾ എത്ര കിട്ടുക? 3 × 5 15, റിമൈൻഡർ 1, 27 28, റിമൈൻഡർ 2, 15 + 2 17, 1 4. ഇനി 2 × 5 10, 18 + 1 19, റിമൈൻഡർ 1 2 10 11 3. അപ്പോൾ എത്ര കിട്ടുക? 5 8 6 3. അതാണ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, ഇത് മതിയായിരുന്നു. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുക? 36, വലിയ നമ്പറായി, 36685 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 3ൽ എത്ര പ്രാവശ്യം പോകുന്നത്? 1 ടൈം. 2 1 16ൽ 8 ടൈംസ് 16, റിമൈൻഡറിൽ അടുത്ത 6 ഇറക്കി എഴുതുമ്പോൾ അതിൽ 3 ടൈംസ് 6 തന്നെ. പിന്നെ 8ൽ 4 ടൈംസ് 8ന് വീണ്ടും 5 ഇറക്കി എഴുതുമ്പോൾ അവിടെയൊക്കെ 0 ആണ്. 5 ഇറക്കി എഴുതുമ്പോൾ 2 ടൈംസ് 4 1 0 10. അപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ടോ 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? 18,342 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ SP. എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞില്ലേ? 18,342.5 അത്രയും റുപ്പീസിന് കിട്ടാം. എത്രയ്ക്കാണ് നമ്മളിത് വാങ്ങിയത്? ഇത് വാങ്ങിയത് നമ്മൾ 15,950 രൂപയ്ക്കാണ് നമുക്ക് ആകെ ചിലവായിട്ടുള്ളത്. അതിൻ്റെ 15% പ്രോഫിറ്റ് എടുത്ത് നമ്മൾ വിറ്റു. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര രൂപ? 18,342.5 റുപ്പീസ് എന്ത് കിട്ടി? SP കിട്ടി. അത് നേരിട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. SP CP പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നാൽ SP കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ചെയ്യാം.